പൊതുയിടങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ പരാതി കേട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. 37 പരാതികളാണ് അദാലത്തിൽ വനിതാ കമ്മീഷൻ അംഗം കേട്ടത്. ഇതിൽ 7 പരാതികൾ തീർപ്പാക്കി. Gold and diamonds, Kerala and Karnataka, the glow of purity. പൊതുയിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ പരാതി കേട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. ഇതിനു മുന്നോടിയായി പ്രശ്നങ്ങൾ പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ജനുവരി മുതൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു. സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും അതിക്രമവും തടയുന്നതിന് യാത്രാവേളകളിലും തൊഴിലിടങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു. പൊതുയിടങ്ങളിൽ സ്ത്രീകൾ ധൈര്യപൂർവ്വം ഇടപെടുന്നത് തടയുക, തുല്യത നടത്തിവരുന്നത് തടയുക, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് തടയുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അരാജകത്വ ശക്തികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം സ്ത്രീകളെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ സാങ്കേതിക കാര്യങ്ങളിൽ പഴുതുകൾ കാരണം രക്ഷപ്പെടുന്നു. ഇത്തരം പ്രവണതകളെ പ്രതിരോധിക്കണമെന്നും അവർ പറഞ്ഞു. പൊതുയിടങ്ങളിൽ ശൗചാലയങ്ങളുടെ പരിമിതികൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും പി കുഞ്ഞായിഷ കൂട്ടിച്ചേർത്തു. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിച്ച് സ്ത്രീ സമൂഹം പുരുഷനോടൊപ്പം പൊതുസമൂഹത്തിൽ സജീവമായി ഇടപെടുന്നത് പോലും തെറ്റാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പോലും ഉയർന്നു വരുന്നത് ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ പുരുഷന് തുല്യമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ഇടപെടുന്നതിനും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം സമൂഹത്തിൽ എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്ത്രീകളെ വളരെ തെറ്റായി ചിത്രീകരിക്കുന്ന ചില പരാമർശങ്ങളും മറ്റും നമ്മൾ കർശനമായിട്ട് തടയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നിയമപരമായിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ സാങ്കേതിക കാരണങ്ങളുടെ പുറത്ത് രക്ഷപ്പെട്ടു പോകുന്നതും തടയേണ്ടതായിട്ടുണ്ട്. യാത്രാവേളകളിൽ സ്ത്രീകൾ വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശാരീരികവും ഭൗതികവുമായ പല പ്രശ്നങ്ങളും ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നേരിടുന്നു. ശൗചാലയങ്ങളുടെയും മറ്റു പരിമിതികളും വരെ നമ്മുടെ സ്ത്രീകളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗൗരവത്തിലുള്ള സാമൂഹികവും ഭരണപരവുമായ ഇടപെടലുകൾ ആവശ്യമാണ്. പൊതുയിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ചില പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾ, വിവാഹ വാഗ്ദാനം ചെയ്തുള്ള ചൂഷണം, വിവാഹേതര ബന്ധങ്ങൾ വഴി തർക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ 37 പരാതികളാണ് അദാലത്തിൽ വനിതാ കമ്മീഷൻ അംഗം കേട്ടത്. ഇതിൽ 7 പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട്. 5 പരാതികളിൽ പോലീസിന്റെയും 3 പരാതികളിൽ ജാഗ്രതാ സമിതിയുടെയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഒരു കേസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. പുതിയൊരു പരാതി കൂടി അദാലത്തിൽ ലഭിച്ചു. 21 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. അഡ്വക്കേറ്റ് എം ഇന്ദിരാവതി, ജില്ലാ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉത്തം ദാസ്, കാസർഗോഡ് വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ എം വി ശരണ്യ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ വി ചന്ദ്രിക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.